पति ब्रह्मचारी। ഈശ പയ്യൻ പെണ്ണിന്റെ സിന്ദൂര കൈകിൽ സിന്ദൂരം തൊട്ടെ. ഭർത്താവുമ്പോൾ അവസാനത്തെ ചടങ്ങ് കൂടെ പൂർത്തിയാക്കിക്കൊള്ളൂ സൂരജ്. ഭർത്താകാനുള്ള അവസാനത്തെ ചടങ്ങ് കൂടി പൂർത്തിയാക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മുത്തശ്ശി വേണ്ട, ഇനിയും സമയമുണ്ട്, കല്യാണം നടത്തല്ലേ. സിന്ദൂരം തൊട്ടതോടുകൂടി നിങ്ങളുടെ കല്യാണം പൂർത്തിയായിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാ. എന്റെ മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കാരണം ഇനി ഇത് നിനക്ക് അങ്ങോട്ട് ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. ഇന്നു മുതൽ നിന്റെ ദുരിത ജീവിതം തുടങ്ങാൻ പോവുക മോളെ. ഇന്നു മുതൽ ഇവനാണ് നിന്റെ ബ്രഹ്മചാരിയായ ഭർത്താവ്. അപ്പൊ കഴിഞ്ഞില്ലേ? ഞാൻ എന്തായാലും കന്യാദാനം എന്നുള്ള എന്റെ കടമ പൂർത്തിയാക്കി. ഇനി എവിടെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. നീ ഒരു കാര്യം ചെയ്, ഇവിടെ പിടിച്ചകത്ത് കൊണ്ടുപോ. മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചകത്തോട്ട് കൊണ്ടുപോവാൻ. നിന്നോട് എന്താണോ ഞാൻ പറഞ്ഞത് അത് മാത്രം നീ ചെയ്താ മതി. ഇവള് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. അത് ഇവള് ജീവിതകാലം മുഴുവൻ ഓർക്കേം വേണം. അച്ഛനെ എതിർക്കാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് ഇവള് മനസ്സിലാക്കണം. കൊണ്ടുപോ അവളെ. അനുരാഗ്, അകത്ത് പോയി ഒരു 10 ലക്ഷം രൂപ എടുത്തിട്ട് വാ. ശരി അച്ഛാ. അല്ല മുതലാളി, നിന്നോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ചെയ്യും. ഇന്നു മുതൽ നിന്റെ വീടിന്റെ 4 ചുവരുകൾ മാത്രമായിരിക്കണം ഈശയുടെ ലോകം. മനസ്സിലായല്ലോ? നീ ഇനി പോകാൻ പോകുന്ന ഒരു ലോകമുണ്ടല്ലോ, അവിടെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഒരു ഗുണ്ടയുടെ ഭാര്യയുടെ കഴുത്തില് സ്വർണ്ണമാല നന്നായിരിക്കില്ല. അതിപ്പോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ആര് ചോദിക്കാനാ? മുത്തശ്ശി, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്തൊക്കെ എവിടെ പോയി? ഈ ഒരുമ്പിട്ടവള് എന്റെ മോന്റെ അഭിമാനത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുരുതി കൊടുത്തവളാ. അവൻ കൊടുത്ത വാക്കിന് ഒന്നും അല്ലാതാക്കിയവളാ. സത്യം പറഞ്ഞ എന്നെ കൊണ്ട് ഒന്നും പറ്റാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാനിവിടെ എല്ലുകൾ ഓരോന്നായി ഊരി പൊടിയാക്കി തെരുവ് മൊത്തം വിതറിയനെ. ഇവളെന്റെ മോന്റെ സ്വപ്നങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. അഴിക്കവളുടെ ചെരുപ്പൊക്കെ. ഇഷ എന്തെങ്കിലും ഒന്ന് പറ. തലയിൽ എഴുതിയത് തോൽക്കാനാണെങ്കിൽ പിന്നെ ഏത് ലോകത്ത് ചെന്ന് ജയിക്കാനാ? രാജകീയ സുഖ സൗകര്യങ്ങളൊക്കെ ഇനി മതി. ഇനി വഴിയിലുള്ള കല്ലും മുള്ളും ഒക്കെ കുത്തി നടക്കാനാ നിന്റെ വിധി. ഇത്രയും മോശമായ രീതിയില് ഒരാളുടെ ശവം പോലും വീട്ടിൽ നിറക്കി കാണില്ല. അതിലേറെ മോശമായിട്ടായിരിക്കും നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇനി പൊയ്ക്കും നിന്റെ വനവാസത്തിന്.
ഒരു കാര്യം എപ്പോഴും ഓർത്തോ, ഇന്നു മുതൽ നിഷയുടെ നിശ്വാസത്തിന് പോലും നിന്റെ കാവലുണ്ടായിരിക്കണം. ഗുലാബ്, ഇനി ഇവിടെ പറഞ്ഞേച്ചേക്ക്. तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी. कैसी है ये दास्तां, ये दास्तां. മുൻപായിരുന്നെങ്കിൽ ഇവൾ ഈ വണ്ടിയിലായിരുന്നു പോകേണ്ടത്. പക്ഷെ അതിനുള്ള യോഗ്യത അവൾ തന്നെ കളഞ്ഞു കുളിച്ചില്ലേ. അപ്പൊ പിന്നെ ഞാനും എന്റെ തീരുമാനം അങ്ങ് മാറ്റി. ഇനി അതാണ് നിന്റെ തലയിലെഴുത്ത്. അത് ഇനി മുതൽ ഇതാണ് നിന്റെ ശരിക്കുമുള്ള സ്ഥാനം. ഓ അച്ഛൻ പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ചുട്കേ, നീ ഇനിയിപ്പോ ലക്ഷ്മിയുടെ രൂപത്തിൽ ഈ വീട്ടിൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്നില്ല. കാരണം നീ ലക്ഷ്മിയായിട്ട് ചെന്ന് കീറാൻ പോകുന്ന വീട് നേരത്തെ തന്നെ ഇതൊന്നും ഇല്ലാതെ തകർന്ന് തരിപ്പണമായതാണ്. വന്നേ. മോളെ, എന്നും നീ പൂക്കളിലൂടെ നടക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നീ സ്വയം നിന്റെ വാശിക്ക് അടിമപ്പെട്ട് സ്വയം നിന്റെ വഴിയിൽ മുള്ളുകൾ വാരി വിതറി. മുത്തശ്ശി എന്നും ചൊല്ലാറുള്ള രാമായണത്തില് സീത രാവണന് വിധേയയായി പോകുന്ന വരികളുണ്ടായിരുന്നു. ഇന്നത് ഞാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. പൂക്കളുടെ മുകളിലൂടെ നടക്കാൻ ഭാഗ്യമുണ്ടായിരുന്നവളോട് ഇല പൊഴിക്കുന്ന കാലത്തിന് കരുണ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും മിഷയുടെ പാദത്തിനടിയിൽ മുള്ളുകളുണ്ടായില്ല. गजब है कहानी, गजब है फसाना, है रिश्ता ये कैसा किसी ने न जाना. अलग है मिजाज एक दूजे से पर चल रहा कारवां, ये कारवां. അമ്മേ, ഇന്ന് പാവേഷിക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു.
ഒരിക്കലും. ഇഷ, ഇഷ, എന്റെ മോളെ. ഇഷ, അമ്മ എനിക്കൊന്നുമില്ല. ഇഷ, എനിക്ക് എന്റെ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ എന്റെ മോൾക്ക് ഒരു അപകടവും വരാൻ സമ്മതിക്കില്ല. ആ മതി മതി, ഇവിടെ നിർത്താം. മിണ്ടല് മിണ്ടല്. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചു. സൂരജ് ചാച്ചൻ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു. സൂരജേട്ടൻ ഒരു ചേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് എന്റെ ഭർത്താവിന്റെ വീടൊരു സ്വർഗമായി. നല്ല കാര്യം. അമ്മ എന്തായാലും ഇനി കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. ഓർക്കാൻ വയ്യ. നീ എന്നാ ഇനി എന്നെ നിന്റേതായി കാണാൻ പോകുന്ന? പക്ഷെ എനിക്ക് എപ്പോഴും നീ എന്റേതായി കഴിഞ്ഞു. ഇന്നു മുതൽ ഞാൻ നിന്റെ മണവാട്ടിയെ. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചു. സൂരജ് ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് വന്നേക്കുന്നു. കണ്ടോ, ഞാനിത് മുമ്പേ പറഞ്ഞതല്ലേ, ഒക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ആരാ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ പോകുന്നത്? അല്ലെങ്കിലും കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ. ഇതിലിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? അതാണല്ലോ കാരണവന്മാരൊക്കെ പറയുന്നേ. പോയത് കാശിക്കാണെങ്കിലും വന്നത് കാശ്മീരിൽ നിന്നാണെന്ന്. ദേ, നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ സൂരജിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? അതും ഇത്ര പെട്ടെന്ന്? ചേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നത്? അതെ, നീ ആദ്യം ഇതിൽ നമുക്ക് ആവശ്യമുള്ള പൈസ ഉണ്ട്, ഇത് ആദ്യം കൊണ്ട് ഡോക്ടർക്ക് കൊടുക്കുക. ഓക്കെ, ചേട്ടത്തി കാര്യങ്ങൾ നോക്ക്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പൈസയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ശരിയായെന്ന് ചേട്ടൻ സമയത്ത് തന്നെ മെസ്സേജ് ചെയ്ത് നന്നായി. അതുകൊണ്ടല്ലേ ആ ഡോക്ടർ അപ്പൊ തന്നെ സർജറി ചെയ്യാൻ തയ്യാറായത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പൊ വല്യമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്താ അത്? ചേട്ടാ, ചേട്ടാ, ഇതൊക്കെ എന്താ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞോ? അതോ ഇഷ്യായിട്ടോ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എനിക്കിതൊക്കെ ഒരു സ്വപ്നം.
നിന്റെ പ്രിയപ്പെട്ട അനിയൻ ഇത്രയും നല്ല ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പോട്ടെ, എന്തായാലും നല്ല പെൺകുട്ടി തന്നെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹലോ, ഇങ്ങനെ കണ്ണും വിളിച്ച് നിന്നാ മതിയോ? ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ആ ചെല്ലേ. വരൂ. അതെ, എല്ലാരും ഒന്ന് മാറിക്കേ. ഹലോ, നിങ്ങളിങ്ങനെ ചൈനയിലെ വൻമതിൽ പോലെ നിന്നാൽ ഇവരെങ്ങനെ വീടിനകത്തേക്ക് പോകും? അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? കുടുംബത്തിന്റെ കാര്യം അല്ലെങ്കിൽ പോവാം. അവരെന്തോ ചെയ്യട്ടെ, നിങ്ങൾ വായിച്ചു. അയ്യോ എന്റെ അമ്മേ, ഇത്ര ഗംഭീരമായ ഡ്രസ്സോ? അയ്യോ ചേട്ടത്തി, ഹേയ് ചേട്ടത്തി, അതൊക്കെ അച്ഛനെവിടെ? വരൂ, അകത്തേക്ക് വരൂ. കണ്ണാടിച്ചില് കുത്തിയിരിക്കുകയാണല്ലോ. ഇത്രയും മുറിവ് പറ്റിയിട്ടും വേദനിക്കുന്നൊന്നുമില്ലേ? നീ കെട്ടിക്കൊണ്ട് വന്നതാണോ ഇവളെ? എങ്ങനെ ഈ കല്യാണം നടന്നേ? ഈ കല്യാണം എങ്ങനെ നടന്നു എന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറയണം, ഈ കല്യാണം ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണോ നടന്നത്? സത്യമേ പറയാവൂ. അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ചു. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈശയെ വിവാഹം കഴിക്കേണ്ടതായി വരും. സൂരജ്, നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സൂരജ്, ദയവായി ഇതിൽ നിന്ന് പിന്മാറും. അല്ല, അല്ല, അപ്പൊ ഞാൻ സ്വപ്നമല്ലേ കണ്ടത്? അനിയ ശരിക്കും കല്യാണം കഴിച്ചതാണോ? ഇനിയും നീ എത്രമാത്രം അതപ്പതിക്കുമെന്ന് പറ. ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? നിനക്കും 3 പെങ്ങന്മാരുണ്ടെന്നുള്ള കാര്യം നീ മറന്നോ? ഞാൻ ആരോട് ഈ പറയുന്ന പോലെ ബലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഇനി അങ്ങോട്ട് മനസ്സിലാക്കാനും പോകുന്നില്ല. ഇവിടെ നമ്മൾ തമ്മിലുള്ള കാര്യമല്ല പറയുന്നത്, ഈ പെൺകുട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരാ ഇവള്? എടാ, ഇവള് ആരാണെന്ന്? ഇതെന്റെ ബോസിന്റെ മകളാ ഇഷ.
സാർ ഇവളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. പക്ഷെ ഇവളതിന് തയ്യാറാവാതെ സാറിനെ എതിർത്ത് നിന്നു. അതോടെ കല്യാണം മുടങ്ങിപ്പോയി. അങ്ങനെ സാറിനെ ഇൻസൾട്ട് ചെയ്ത ദേഷ്യത്തിന് എന്നോട് ഇവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ആഹാ, അയാള് വിവാഹം കഴിക്കാൻ പറഞ്ഞു, ഉടനെ നീ എങ്ങ് കഴിച്ചു അല്ലേ? മുതലാളി പറഞ്ഞ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ വല്യമ്മയുടെ കാലിന്റെ ഓപ്പറേഷൻ എനിക്ക് പൈസ വളരെ അത്യാവശ്യമായിരുന്നു. അതുപോലെ ആ പൈസ മുതലാളി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തരുകയും ചെയ്തു. അപ്പൊ പൈസ കിട്ടിയാൽ നീ ഏത് പെൺകുട്ടിയുടെ ജീവിതത്തിലും കയറി കളിക്കും അല്ലേ? ഈ വീട് പണയം വെക്കുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ. എനിക്ക് നിന്റെ അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവന്ന പണമൊന്നും ആവശ്യമില്ലായിരുന്നു. അതെങ്ങനെയാടാ? ഇനിയും നീ എന്നെ നാണം കെടുത്തില്ല, തലയോർത്തി നടക്കാൻ പറ്റുമെന്ന് കരുതിയപ്പോ ദേ മറ്റൊരു ഇടുത്തി കൊണ്ട് തലയിലിട്ടിരിക്കുന്നു. ഇന്ന് നീ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുക. ഒരു പെൺകുട്ടിയോടാ നീ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിന്നെ തന്നെ നീ ഒന്ന് നോക്ക്. ദുഷ്ടരായ മനുഷ്യരെ അടിമത്തം നിന്നെ എത്രമാത്രം ദുഷ്ടനാക്കി മാറ്റിയെന്ന്. നീയൊന്നും ഒരാളുടെ മകനുമല്ല, ഒരാളുടെയും സഹോദരനുമല്ല. എല്ലാ അർത്ഥത്തിലും നീ ഒരു ഗുണ്ടയാണ്, വെറും ഗുണ്ട. ഇനി എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും എന്താ ഇങ്ങനെ പ്രതിമകളെ പോലെ നിൽക്കുന്നത്? അനിയൻ ഇഷയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അമ്മ അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? കാരണം അമ്മയ്ക്ക് ഇഷയോടുള്ള വെറുപ്പ് വെച്ച് നോക്കുമ്പോ വേറെ ആരോടും ഇതുപോലൊരു വെറുപ്പ് ഉണ്ടായിട്ടേ ഇല്ല. നാശം പിടിച്ചവള്. അവളുടെ തലയിലെടുത്ത് എന്തായാലും നന്നാവില്ല. അവൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ഐഷ കാരണമാണ് സംഭവിച്ചത്. എന്തെങ്കിലും ഒരു ദിവസം അവൾ ഇതുപോലെ അപമാനിക്കപ്പെടും. എന്നാലേ ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് അവൾക്ക് മനസ്സിലാവും. ഇതിപ്പോ അവരോട് ആരും പറയണ്ട. ആദ്യം ചേട്ടത്തി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിലെത്തട്ടെ. അതുവരെ ഈ കല്യാണത്തെക്കുറിച്ച് അവരോട് ആരും ഒന്നും മിണ്ടരുത്. എല്ലാവരും കേട്ടല്ലോ? പിന്നെ നീയാണ് എപ്പോഴും അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ എങ്ങനെ ഈ കല്യാണത്തെക്കുറിച്ച് ചേട്ടത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. കാരണം ചേട്ടത്തിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള അനാസ്ഥയും ഞാൻ സഹിക്കില്ല. ഞാൻ പറയില്ല. എന്തായാലും ചെറിയച്ച, ഞാനിത് അമ്മയോട് ഒരു കാരണവശാലും പറയില്ല. ഇത്രയും ചൂടുള്ള വാർത്ത കയ്യിൽ വെക്കണോ? ഇത് വയറ്റിനകത്ത് കിടന്ന് തിളച്ചു മറിഞ്ഞ് എനിക്ക് ഛർദിക്കാൻ വരുമല്ലോ. ഇത് എത്ര ചെവികളിലെത്തിക്കുന്നു അത്രയും നല്ല രസമായിരിക്കും. എന്നാ ശരി, എല്ലാരും പൊയ്ക്കോ. സമയം ഒരുപാടായി. എല്ലാരും പോയി കിടക്ക്. ശരി, ഓക്കെ. ശരി. ആ പെൺകൊച്ചിന്റെ ഒരു അടയാളവും ഈ വീട്ടിൽ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാം കത്തിച്ച് കളയ. ഒന്നും ഇവിടെ കണ്ടുപോകരുത്. അവളെന്റെ പെങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമുള്ളത്. ഈ വീട്ടിൽ പൂമ്പാറ്റിയെ പോലെ പറന്ന് നടന്നിട്ട് അവള് വലുതായത്. ഈ വിഷമമൊക്കെ അവൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? ആ തെരുവിൽ അവൾ എങ്ങനെ കഴിയും? ഇനിയിപ്പോൾ ഞാൻ അവൾക്ക് വിധിച്ചിരിക്കുന്ന ജീവിതം അങ്ങനെ തന്നെയാണ്. ആ നരകത്തിൽ കിടന്ന് ചാകാനായിട്ട് അവൾക്ക് 100 തവണയെങ്കിലും തോന്നണം. പക്ഷെ ജീവിക്കാൻ ഒരിക്കലും തോന്നരുത്. പാപമുണ്ട് അവള് ചെയ്തത്. അതിന്റെ ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം. വീട്ടിലുണ്ടായ സംഭവത്തിന് ശേഷം ഇതുവരെ ഈശോ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ വിശക്കുന്നുണ്ടെങ്കിലോ? ആണോ? വലിയമ്മയ്ക്ക് സുഖമായിന്ന്. കാവ്യ, അമ്മയുടെ സർജറി ഒരു കുഴപ്പമില്ലാതെ നടന്നു. എല്ലാം ഓക്കെ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാലും നീ എല്ലാരോടും വിവരം പറഞ്ഞേക്ക്. കേട്ടല്ലോ? ആ ശരി. കേട്ടല്ലോ ചേട്ടാ. ഇതൊക്കെ നടന്നത് ചേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ്. നിനക്ക് ആവശ്യം പണമല്ലേ? പക്ഷെ അതിന് പകരമായിട്ട് നീ ഈശോയെ വിവാഹം കഴിക്കേണ്ടതായി വരും. ചേട്ടാ, ആഹാരമൊക്കെ തീർന്നു പോയല്ലോ. ചേട്ടന് വിശക്കുന്നുണ്ടോ?
ചേട്ടൻ രാത്രി പാല് കുടിക്കാറില്ലല്ലോ. അതെ. സൂരജ് സൂരജ് എവിടെ? ആ, മരുന്ന് വാങ്ങാൻ പുറത്തു പോയതാണോ? ഇല്ലമ്മേ, അവനിപ്പോ ഇവിടെ ഇല്ല. എന്റെ ഓപ്പറേഷനായിട്ട് അവൻ എന്നെ കാണാൻ വന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ അമ്മേ, നിങ്ങളെ കൊണ്ട് നോക്കിയേ, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. ഇപ്പൊ ആവശ്യത്തിലധികം ചോദ്യവും ഉത്തരവും ഒന്നും വേണ്ട. ഡോക്ടറും മിണ്ടാതെ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്. മതി, ഇതാ ഇത് കുടിച്ച് വേറൊക്കെ പതുക്കെ പതുക്കെ വേർന്നേ. ആ, അങ്ങനെ കൊള്ളാം. ഇതാ കുറച്ചുകൂടെ കുടിച്ചേ. ആ, ആ, അങ്ങനെ തന്നെ. ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് എന്റെ കാൽമുട്ടിനല്ലേ? അതിന് ഇക്കൽ എവിടുന്നാ വന്നത്? അമ്മ അതൊന്നും ആലോചിക്കാതെ വിശ്രമിക്കുക. ഒക്കെ പെട്ടെന്ന് ശരിയാവും. എന്തിനാ എന്റെ ജീവിതം തട്ടിപ്പറിച്ച് വേറൊരാൾക്ക് കൊടുത്ത്? നിന്നെ ഈ ലോകത്തെ എനിക്കല്ലാതെ വേറൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ വേറൊരുത്തിയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വന്നത്? എന്തിനു? പറ നീ. പറ. എന്റെ മാത്രം സൂരജ്, എന്റെ മാത്രം. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ആർക്കും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. ഇനിയും എത്രത്തോളം അധപ്പതിക്കാനാണ് നിന്റെ ഉദ്ദേശം? ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കുന്നതിന്റെ അർത്ഥം നിനക്കറിയാവോ? 3 പെങ്ങന്മാരുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? സൂരജ് വേണ്ട, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ना कहीं से मैं तेरी तरह, कैसी है ये दास्तां, ये दास्तां। അതിനുശേഷം ആ പാല് ഗ്ലാസ്സിലാക്കി കൊണ്ടുപോയി. എന്താ? ശരിക്കും പാല് തന്നെയാണോ ഒഴിച്ചോണ്ട് പോയത്? അപ്പൊ അവൻ സന്യാസത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് യാത്ര തുടങ്ങിയോ? ഇനിയിപ്പൊ നിന്റെ ചേട്ടൻ ബ്രഹ്മചാരിയാവെന്ന് തോന്നുന്നില്ല. എന്തിനാ മാറി നിൽക്കുന്നേ? കപട ബ്രഹ്മചാരി. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അതിന്റെ പ്രതിഫലവും വാങ്ങിയല്ലേ നീ? എന്നാ വന്നോ? എന്നെ മൊത്തം നശിപ്പിച്ചോ? നീ എന്തായി ചെയ്യുന്നത്?
എന്തൊരു അഭിനയോ! എന്നെ ദുഷ്ടലാക്കോട് കൂടി നോക്കാം, പക്ഷെ എന്റെ കണ്ണിൽ നോക്കാനുള്ള കഴിവില്ല. ഒരു പെണ്ണിന്റെ സിന്ദൂര രേഖയിൽ ബലമായി സിന്ദൂരം തൊട്ടിട്ട് അവളെ ബലമായ അഗ്നി പ്രദക്ഷിണം ചെയ്യിപ്പിച്ചിട്ട് ഇനിയിപ്പോ അവളുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തിനാ? ആദ്യം നിന്റെ മുഖത്ത് നിന്ന് ഈ കപട ബ്രഹ്മചാരിയുടെ മുഖം മൂടി ഒന്ന് മാറ്റി വെക്ക്, എന്നിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈശ പ്ലീസ്, ദയവായി നിന്റെ സാരി എടുത്തൊന്ന് ഉടുക്ക് പ്ലീസ്. ഓ, മുഖംമൂടിയുടെ പുറകില് വേറെയും മുഖംമൂടി ഉണ്ടല്ലേ? എന്റെ അച്ഛൻ എന്റെ വിശ്വാസത്തിനെയാ വെല്ലുവിളിച്ചത്. എന്റെ അച്ഛൻ എന്റെ സന്തോഷത്തെ, സ്വപ്നങ്ങളെയും എന്റെ വ്യക്തിത്വത്തെ തകർത്തത്. നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാ കളിക്കാൻ പോകുന്നത്. അപ്പൊ നീ എന്റെ ശരീരത്തോട് നിന്റെ ഇഷ്ടം പോലെ പെരുമാറിക്കോ. വാ, വന്നോ. പതുക്കെ. അപ്പോ നമ്മുടെയൊക്കെ സൂര്യൻ അസ്തമിച്ചു, ബ്രഹ്മചര്യ വ്രതം അവസാനിച്ചു. പിന്നെ യക്ഷിയും കാണാനത്ര മോശക്കാരിയൊന്നുമല്ലല്ലോ. കേട്ടിട്ടില്ലേ, അപ്സരസുകളുടെ മുന്നിൽ വലിയ വലിയ മഹർഷിമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഏട്ടനൊരു സാധാരണ മനുഷ്യനല്ലേ? അല്ലേ? മാത്രമല്ല, ഒന്ന് മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ, പറഞ്ഞോട്ട് വരാൻ. ഇവിടെ ഒരു സ്ത്രീക്ക് പുരുഷൻ എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ മുന്നിൽ എത്ര ദുർബലയാകേണ്ടി വരുന്നു, ഇതെനിക്ക് ഇന്നാ മനസ്സിലായത്. ഈശ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണമെന്നും മാറി നിൽക്ക് പ്ലീസ്. ആളും കൊണ്ട് വന്നിരിക്കുന്നു, എന്റെ ഇത്രയും അടുത്ത് വന്നിട്ട് ഇപ്പൊ ഞാനാ തെറ്റിദ്ധരിക്കുന്നല്ലേ? ദയവായിട്ടൊന്ന് മാറി നിൽക്ക് പ്ലീസ്. എന്താ ഗുണ്ടായിച്ച കാണിക്കോ എന്നോട്? എന്നാ കാണിക്കേ. അതെ, ഞാൻ ഗുഡ്. തല്ലും വഴക്കും വക്കാണോ അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പെണ്ണിന്റെ മാനം എന്താണെന്ന് അറിയാം, അത് രക്ഷിക്കാനും അറിയാം. മനസ്സിലായോ? ഇനിയെങ്കിലും ഈ രീതിയിലുള്ള പെരുമാറ്റം നിർത്തിക്കോ. എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള പ്രതിഫലം വാങ്ങിയല്ലേ നീ? എന്നാ പിന്നെ എന്നെ മൊത്തത്തിൽ നശിപ്പിച്ചോ. എന്റെ അച്ഛൻ എന്റെ വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച്, അപ്പൊ പിന്നെ നീ നിന്റെ ഇഷ്ടത്തിന് പെരുമാറിക്കോ എന്റെ ശരീരത്തോട്. നിനക്ക് ആവശ്യം പണമല്ലേ? പക്ഷെ അതിന് പകരമായിട്ട് നീ ഈശയെ വിവാഹം കഴിക്കേണ്ടതായി വരും. സൂരജ്, ഇത് തെറ്റാണ്. നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യരുത് സൂരജ്, പ്ലീസ്. ഇനി എത്രമാത്രം അധപ്പതിക്കാനാ നിന്റെ ഉദ്ദേശം? ദുഷ്ടന്മാരുടെ അടിമത്തത്തിൽ നീയും ദുഷ്ടനായിട്ട് മാറി. നീ ഇപ്പൊ ആരുടെയും മകനുമല്ല, ആരുടെയും സഹോദരനുമല്ല. നീ വെറും ഒരു ഗുണ്ടയാ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് ആവശ്യം പണമല്ലേ? പറ, നിനക്ക് ആവശ്യം പണമല്ലേ? അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ, അത് ഇവിടെ വെച്ചു. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈശയെ വിവാഹം. ഒരാളുടെ മകനുമല്ല, ഒരാളുടെയും സഹോദരനുമല്ല. നീ ഒരു ഗുണ്ടയാ, വെറും ഗുണ്ട. സൂരജേ, മതിയാക്ക് മോനെ. ചേട്ടനോ? ചേട്ടാ പറയും. എന്താടാ, നിനക്ക് ഇത്രയ്ക്ക് തിരക്കായി പോയോ? നിന്റെ വല്യമ്മയോട് പോലും കാര്യങ്ങൾ ഒളിച്ചു വെക്കാറായോ? വല്യമ്മ അറിഞ്ഞെന്നാ തോന്നേ. വല്യമ്മേ,
അത് പിന്നെ ഞാൻ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എനിക്കെല്ലാം മനസ്സിലായി മോനെ. ആശുപത്രിയിലുള്ള എല്ലാ ചെലവും നീയാ തീർത്തതല്ലേ? ഇത്രയും പൈസ നീ എവിടുന്നാ ഉണ്ടാക്കിയത്? വല്യമ്മയുടെ ഈ സമയത്ത് ഈശോയെക്കുറിച്ച് പറയുന്നത് ശരിയാവില്ല. പോട്ടെ, പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പറയണ്ട. പക്ഷെ വല്യമ്മയെ കാണാൻ നിനക്കൊന്ന് വന്നൂടെ? നിന്നെ കാണാൻ എന്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു. നീ വരുമല്ലോ? ആ വല്യമ്മേ, ഞാൻ നാളെ രാവിലെ തന്നെ വരാം. അത് മതിയടാ മോനെ. ഇത് റൂം തന്നെയാണോ? മൊത്തത്തിൽ ആക്രിക്കട പോലെ കിടക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ ഞാൻ എങ്ങനെ വൃത്തിയാക്കാനാ? സൂരജേട്ടാ, ചേച്ചി എങ്ങോട്ടാ നീ പോണേ? ചെല്ല്, വേഗം ടോയ്ലറ്റിലേക്ക് പോ. അല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കും. ചുമ്മാ സമയം കളയും, പിന്നെ സ്കൂളിൽ ലേറ്റ് ആകും. പോ പോ പോ, വേഗം പോ. ഈ മഹാറാണി ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി തന്നെ കൈയടക്കിയിട്ട് സപ്രപഞ്ചത്തിൽ കിടന്ന് വിശ്രമിക്കുക. ആരാ മുഖത്ത് വെളിച്ചം അടിക്കുന്നേ? ആ കർട്ടൻ നിന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. ആഹാ, ഇത് കൊള്ളാലോ. ഇതാണ് ആകാശത്തുനിന്ന് പൊട്ടി വീഴാന്ന് പറയുന്നത്. പാവം, സ്വപ്നം കൊണ്ടുറങ്ങ രാജകുമാരി. ഇപ്പൊ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരാം. ഓ ഗോഡ്, എന്താ ഈ ചൂട്? ക്ഷമിക്കണം രാജകുമാരി, ഞങ്ങളെ വീട്ടിൽ AC ഒന്നുമില്ല. പക്ഷെ എന്തോ ഇന്നലെ രാത്രി ക്ഷീണം കാരണം ഉറങ്ങിയെന്നാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഈ ഫാനിന്റെ അടിയിൽ കിടന്നിട്ട് പോലും ഇത്രയും ഗാഢമായിട്ടുള്ള ഉറക്കമൊന്നും ഉറങ്ങിയത്. എന്റെ ഇഷ്ടമോള് എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. എന്താ ഇത്? മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ മറ്റത്തേക്ക്? അച്ഛന്റെ മോളുടെ കയ്യിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോഴേ അനിയത്തി, ഒരു സൈഡിലേക്ക് മാറി നിൽക്കൂ. വേറൊന്നുമല്ല, ഇവിടേക്ക് അടിച്ചു വാരിയതിനു ശേഷം എനിക്ക് വീട്ടിലെ വേറെ പണിയൊക്കെ നോക്കാനുണ്ട്. അയ്യോ ചേട്ടത്തി, ഇത് വാങ്ങിക്ക്. പതുക്കെ പതുക്കെ വെള്ളം കുടിക്ക്. ഏട്ടത്തി ചുമക്കുന്ന ശബ്ദം താഴെ വരെ കേൾക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാറുന്നില്ലേ? കണ്ടോ, ഇനിയിപ്പോ ദേഷ്യം കാണിക്കുന്നത് വെള്ളത്തിനോടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വെള്ളമേ ഉള്ളൂ. പക്ഷെ വലിയ വീട്ടിലെ ആളുകൾക്ക് ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം കുടിച്ചിട്ടല്ലേ ശീലം. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും രാജകുമാരിക്ക് ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ? അല്ല, ആ ഗ്ലാസ് എടി മടിച്ച് മരുമോളെ, നീ അവിടെ വെറുതെ ഇരിക്കുവാണോ അതോ ചായ ഇടാനുള്ള വല്ല പരിപാടിയും ഉണ്ടോ? ഇപ്പൊ കൊണ്ടുവരാമേ.
നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ. നിക്കടാ, നീ എന്നെ കളിപ്പിക്കാറായോ? അത്രയ്ക്കായോ നീ? സാരമല്ല, അവൻ കുട്ടിയല്ലേ ഏട്ടത്തി. മുത്തശ്ശിയുടെ ഭരണം നമ്മുടെ വീട്ടിൽ അവസാനിച്ചോന്നറിയാൻ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ. നടക്കടാ, സ്കൂളിലേക്ക് പോവാൻ നേരമായി. ഇപ്പോഴും കല്യാണ വശത്തിൽ തന്നെ ഇരിക്കുവാണല്ലോ. ഏട്ടത്തിന്റെ ഡ്രസ്സൊന്നും മാറാത്തെ. അവരാകെ അപ്സെറ്റാ. ഞാൻ അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു, പക്ഷെ അവര് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. പിന്നെ നമ്മുടെ ഡ്രസ്സ് വല്ലതും കൊടുത്താൽ ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാ ഒന്നും കൊടുക്കാതിരുന്നത്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാവ്യ. ഇതിനു മുമ്പ് ആ പാവം മൺകുടത്തിൽ നിന്നുള്ള വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ അവർക്ക് നല്ല സിൽക്ക് വെൽവെറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പരിചയം. നമ്മളെ പോലുള്ള ജീവിതമൊന്നും അല്ലല്ലോ ഇതുവരെ ജീവിച്ചത്. അപ്പൊ പിന്നെ വന്ന ഉടനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ മഹാറാണിക്ക് സിൽക്കിന്റെ തുണി ഇപ്പൊ എവിടുന്ന് കൊണ്ടുവരും? അതിന് മാത്രം പണമൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. പിന്നെ നീ എന്താ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീയാ എല്ലാരും ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്ന അറിയോ? എന്റെ അടുത്താരും വരണ്ട, ഞാൻ ബ്രഹ്മചാരിയാണ്. എന്തൊക്കെയായിരുന്നു കല്യാണം കഴിച്ചോണ്ട് വന്നല്ലേ. വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ബ്രഹ്മചാരിയൊക്കെ അവസാനിച്ച് കാണുമല്ലേ. എന്നെ നശിപ്പിക്കാനുള്ള പ്രതിഫലം വാങ്ങിയതല്ലേ നീ? എന്നാ വാ, എന്നെ മൊത്തത്തിൽ നശിപ്പിച്ചോ. എങ്ങോട്ടാ നീ ഓടി പോകുന്നേ? ഓ, വീണ്ടും അവളുടെ അടുത്തോട്ട് പോവായിരിക്കും അല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. അവളുടെ അച്ഛന്റെ ഫോൺ വന്നോടനെ എന്തിനാ നീ ഓടിയിരുന്നെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇത് തന്നെ ആയിരുന്നില്ലേ നിന്റെ എന്നെ തൊടലെന്നല്ലേ പറഞ്ഞേ? ഈ അഭിനയം ഒന്ന് മതിയാക്ക്, കള്ളൻ. ഇന്നലെ രാത്രി അപ്പൊ നീ അവിടെ ചെയ്തൊക്കെ ആക്ടിംഗ് ആയിരുന്നു. അതാണോ ഞാൻ തൊടുമ്പോഴേക്ക് നീ അങ്ങ് ഉരുക്കി പോകുന്നേ? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിക്കുള്ളില് ഒരേ കിടക്കയിൽ. ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോലും. ആ കല്യാണം എന്റെ നിവൃത്തികേട് കൊണ്ട് നടന്നത് മാത്രമായിരുന്നു, വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ എനിക്കതിന് നോ പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പൈസക്ക് വളരെ അത്യാവശ്യമായിരുന്നു. സൂരജ് വേണമെങ്കിൽ അവൻ അവന്റെ ജീവൻ കൊടുക്കും, പക്ഷെ ബ്രഹ്മചര്യം ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കാൻ നിൽക്കില്ല. മനസ്സിലായോ?